വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ക്ഷേത്രപ്രവേശനത്തിലേക്ക് ഉടുപ്പ് വേണമോ, അത് ഊരി മാറ്റിവെച്ചിട്ടാണോ അതോ ഉടുപ്പിട്ട് തന്നെ കയറാമോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വേദിയിലാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത്. പ്രമോദ് ഉടുപ്പിട്ട് കയറാനാണോ ഉടുപ്പിടാതെ കയറാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല, അത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രസക്തമായ കാര്യമല്ല. പക്ഷേ ഉടുപ്പിട്ട് കയറുന്ന സ്ഥലങ്ങളുമുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അതാണിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയണം. ചില അമ്പലങ്ങളിൽ ആരും ഉടുപ്പിട്ട് കയറണമെന്ന് അല്ലെങ്കിൽ ഉടുപ്പ് ഊരിക്കളയണമെന്ന് അല്ലെങ്കിൽ മാറ്റിവെക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി കാണിക്കാറില്ല. അത് ആചാരങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വിഷയമാണ് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിലുള്ളവരാണ് ഈ ആചാരം എന്ന് പറയുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്, എന്തായിരിക്കണം അതിൻ്റെ ഒരു ജനാധിപത്യ രീതി എന്നതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമായി. ഇത് മാറ്റണോ വേണ്ടയോ എന്നുള്ളതിൽ തുടങ്ങി ഇത് മാറ്റേണ്ടതാര്, ആ തീരുമാനം എടുക്കേണ്ടതാര് എന്നതുവരെയുള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായ നിലപാട് ഇടതു ഗവൺമെൻറ് എടുക്കുകയും സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് തന്നെയാണ് എന്ന വളരെ കർശനമായ നിലപാടെടുക്കുക. അതിന് ഇമ്മീഡിയറ്റ്ലി അത് സ്വാഗതം ചെയ്ത സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്നീട് നിലപാട് മാറ്റുകയും കോൺഗ്രസ് ഉൾപ്പെടെ അതിലേക്ക് പെടുകയോ ഒക്കെ ചെയ്തതൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക, അതൊരു നിയമ വ്യവഹാരത്തിലൂടെ വന്ന വിധിയുടെ നടപ്പാക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതിനകത്ത് വളരെ നിർണായകമായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അതേസമയം മറ്റുള്ളവർക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയുകയും വേണമെങ്കിൽ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള വിഷയമായി അത് മാറുകയും അങ്ങനെ ആ പ്രതിഷേധം കേരളത്തിൽ ഉടനീളം വ്യാപിക്കുകയും ഏറ്റവും ഒടുവിൽ അത് എന്താ പറയുക, ആചാരങ്ങളെ അതേ നിലയിൽ തുടരുകയല്ല വേണ്ടത്, അതിൽ നിന്ന് നാം പുറത്തേക്ക് വരികയാണ്, നവോത്ഥാന ചിന്തകളുടെ വളർച്ചയ്ക്കാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത് എന്ന ഇടത് സർക്കാരിൻ്റെ നിലപാടിലേക്ക് അത് പോവുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ ആചാരം എന്ന് പറയുന്നത് ഇത് കൃത്യമായി ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, സ്ത്രീകൾക്ക് ആ വിഷയം വരുന്നില്ല, പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു പൊതു തീരുമാനം ഉണ്ടാവുക എന്ന കാര്യത്തിലാണ് ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ പരിസരം നിൽക്കുന്നത്. അതിന് ശിവഗിരി തീർത്ഥാടന വേദിയിൽ മുഖ്യമന്ത്രിയല്ല സ്വാമി സച്ചിദാനന്ദ ഇത് ഉന്നയിക്കുകയും, കാരണം അതിന് മുന്നേ തന്നെ അവരുടെ ഒരു യോഗം ചേർന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണമെന്ന ധാരണയുണ്ടായിരുന്നു. SNDPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇത് ഷർട്ട് ഊരണമെന്നില്ല എന്ന നിലപാടിലേക്ക് അവർ പോവുകയും ചെയ്തിരുന്നു എന്നാണ്. അതവിടെ അവതരിപ്പിച്ച സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ അത് എടുത്തു പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല, നമുക്കറിയാം. അത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. മറ്റു പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലും ഈ ഷർട്ട് ഊരി പോകാൻ നിർബന്ധിക്കുന്നത് വേണോ അതെന്നുള്ളത് ചിന്തിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റുപിടിക്കാനും അതിലൊരു റോൾ ഉണ്ടാവണമെന്ന് തീരുമാനിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്ത് തരത്തിലുള്ള റോളാണെന്ന് നമുക്ക് ആലോചിക്കാം. അതേസമയം അതേ വിഷയത്തിൽ തന്നെ ഇപ്പോൾ മന്നം ജയന്തി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട വേദിയിൽ സുകുമാരൻ നായർ ഇതിനെ ശക്തമായി വിമർശിക്കുന്നു. ആരെയാണ് ആദ്യം ശക്തമായി വിമർശിക്കുന്നത്? സച്ചിദാനന്ദ സ്വാമിയാണ്, SNDPയാണ്. അപ്പോൾ അതിലേക്കാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ വിമർശനം പോകുന്നത്. ആ തീരുമാനം ഏറ്റുപിടിച്ച അല്ലെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയായില്ല എന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വിമർശനവും അതിലുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം കേരളത്തിൽ ഈ ആചാരവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയവും വരുമ്പോഴും, ഇപ്പോൾ കുറച്ച് തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ട് വടക്കോട്ടുള്ള ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നമുക്ക് നോക്കിയാൽ വേലയും പൂരവും ഒക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത്. വേല പൂരങ്ങൾ ഈ പാലക്കാടായാലും തൃശ്ശൂരായാലും ആ ഭാഗങ്ങളിലൊക്കെ അതിലൊക്കെ നിർണായകമായൊരു പങ്കാളിത്തം ഇപ്പോൾ BJP നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് തീരുമാനങ്ങളിലും അത് BJPയുടെ വിഷയമാണ് എന്ന നിലയിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ട്, നമുക്കറിയാം തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവർ മുതലെടുക്കാൻ ശ്രമിച്ചത് മുതൽ അതൊക്കെ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ വസ്തുതകളായിട്ടുണ്ട്. സമാനമായിട്ട് എവിടെയും ഈ പൂരം, വേല, വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ BJP ഒരു പ്രധാന സ്റ്റേക്ക് ഹോൾഡറായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇത് തടയുക എന്നൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അവർക്ക് മേൽക്കൈ ഉണ്ടാവുന്നത് തടയുക എന്നൊരു ലക്ഷ്യം ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം അവിടെ ഉന്നയിച്ച് അതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ
അതിലൂടെ ഉണ്ടാകുന്ന സമവായം നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നൊരു ഒരു ഇനീഷ്യേറ്റീവിന് തയ്യാറായി എന്ന ഒരു സംഗതി വരുത്തുന്നതിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബി ജെ പിക്ക് ഉണ്ടാകുന്ന റോളല്ല അതിലേറ്റവും പ്രധാനം. അതിനകത്ത് സർക്കാരായാലും പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷമായാലും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിന് തയ്യാറാണ്. ആ ഒരു നിലപാടിന് തയ്യാറാണ്. അതിൽ ആചാരം പരിഷ്കരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഇനി അത് വേണ്ട എന്നുള്ള കാര്യത്തിൽ. കാരണം ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല. അതിനുശേഷം വി എൻ വാസവനോട് ചോദിച്ചപ്പോൾ വി എൻ വാസവനും അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കായിട്ടൊരു തീരുമാനമില്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതത് ബന്ധപ്പെട്ടവർ തീരുമാനിക്കുകയാണ് വേണ്ടത് എന്നൊരു നിലപാട് അവർ പറഞ്ഞു. അപ്പോൾ അതിലൊരു റോൾ സ്ഥാപിക്കുക എന്നതിൽ പിണറായി വിജയൻ എന്ന ലക്ഷ്യം പിണറായി വിജയൻ ഇതിൽ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കേവലം ഒരു ഷർട്ട് ഊരലിലോ അല്ലെങ്കിൽ ഷർട്ട് ഇടലിലോ ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമല്ല. ഹൈന്ദവ ഭൂരിപക്ഷത്തെ പ്രധാന ഒരു വോട്ട് ബാങ്കായി കാണാനുള്ളൊരു സമീപനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത CPM അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളിലേക്കും ഒരു റോൾ സ്വന്തമാക്കാനുള്ള ഒരു ശ്രമം, അത് BJP അകറ്റുക എന്ന ഒരു തന്ത്രപരമായ ഒരു നീക്കവും കൂടി അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെയാണ് അതിനെ വായിക്കുന്നത്. ശരി, അജിംസി, ഇപ്പോൾ ഈ SNDP ആയാലും NSS ആയാലും ഒക്കെ ആചാരങ്ങൾ എങ്ങനെയായിരുന്നു നിലനിന്നത്, അതിനെ അതിൻ്റെ യാഥാസ്ഥിതികത്വത്തോടെ നിലനിർത്തിക്കൊണ്ട് വന്ന പ്രസ്ഥാനങ്ങളല്ല, അതിനെയൊക്കെ നവീകരിച്ച സാമുദായിക പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അത്തരമൊരു വേദിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആശയം വന്നാൽ അത് നല്ല ആശയമാണ്. NSSും സമാനമായി തന്നെയാണ് അതിനെ കാണേണ്ടിയിരുന്നത്. പക്ഷേ NSS ഒരു ചുവട് പിന്നോട്ട് പോയോ ഇതിൽ? ഈ മുഖ്യമന്ത്രി ശിവരിയിൽ നടത്തിയ പ്രസംഗം അത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അത് കണ്ടിട്ട് എഴുതി തയ്യാറാക്കി വായിക്കുകയായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഈ അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദ സ്വാമി ഈ വിഷയം വളരെ ഇമോഷണലായിട്ട് പ്രസംഗിക്കുന്നത്. അദ്ദേഹം അത് ഇമോഷണലായിട്ട് പ്രസംഗിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക്, ഇപ്പോൾ ശിവഗിരി മഠമാവട്ടെ SNDP ആവട്ടെ, അതിന് കാരണമുണ്ട്. കാരണം SNDPയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ആളുകൾ ഷർട്ട് ധരിച്ച് തന്നെയാണ് തൊഴാൻ പോകാറുള്ളത്. അവിടെ ഷർട്ട് ധരേണ്ട ആവശ്യമില്ല. ഭൂരിഭാഗം ഈ SNDP നടത്തുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷർട്ട് ഊരിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെയുള്ള തിരക്ക്, ഭക്തജന തിരക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ തിരക്കിനിടയിൽ ഷർട്ട് ധരിക്കാത്ത പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് സ്കിൻ ഡിസീസ് വരെ പകർന്നേക്കാം. ആളുകൾ പരസ്പരം ഇടകലരുന്ന ഒട്ടും ഹെൽത്തി അല്ല. പക്ഷെ ഇന്ന് ഹെൽത്തി അല്ല എന്ന് കരുതി അവിടെ ഇനി മുതൽ നാളുകളിൽ ഷർട്ട് ഇടണം എന്ന് ആരാണ് പറയേണ്ടത്? അതൊരു പ്രശ്നമാണ്. അത് പറയേണ്ടത് ആരാണ്? അത് പറയേണ്ടത് ആ സമുദായത്തിലെ ആചാര്യന്മാരോ സ്വാമിമാരോ ഒക്കെയാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ ആചാരം മാറ്റേണ്ടതാണ്. അത് മുഖ്യമന്ത്രി പറയേണ്ട ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈ സാമൂഹിക നവോത്ഥാനങ്ങളും പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതത് സമുദായങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ, മതനേതാക്കൾ, സമുദായ പരിഷ്കർത്താക്കൾ അവരിടപെട്ടിട്ടാണ്. ഭരണകൂടം നേരിട്ട് ഇടപെട്ടില്ല. അങ്ങനെ ഭരണകൂടം ഇടപെടാൻ നോക്കി കൈപൊള്ളിയൊരു കേസ് നമുക്കുണ്ട്, ശബരിമല. ഭരണകൂടം ഇടപെടാൻ നോക്കി കൈപൊള്ളിയതാണത്. ആ കൈപൊള്ളി അതേ പിണറായി വിജയൻ അതറിഞ്ഞ് തന്നെയാണ് അവിടെ പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ മേൽവസ്ത്രം ധരിച്ച് തന്നെയാണ് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം, പക്ഷെ ആരെയും അതിന് നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനമാണ്. പിന്നെ അതിനോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ പറഞ്ഞ് അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം സംസാരിക്കുന്നത് ആ അഭിപ്രായമുള്ള ശിവഗിരി മഠത്തിൻ്റെ അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു വേദിയിലുമാണ്. അതെല്ലാ ക്ഷേത്രത്തിൽ നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതിന് നിയമം കൊണ്ടുവരുമെന്നോ മാറ്റണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊരു സാമുദായിക പരിഷ്കരണ ശ്രമം ഒരു സ്ഥലത്തും ഉണ്ടായാൽ അതിന് അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഈ വ്യത്യസ്ത ആചാരങ്ങൾ, ഓരോ ക്ഷേത്രത്തിനും ഓരോ തന്ത്രവിധികളൊക്കെയാണെന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് വളരെ വിചിത്രം എന്ന് തോന്നുന്ന പല ആചാരങ്ങളും ക്ഷേത്രങ്ങളുടെ മാത്രമല്ല എല്ലാ മത ആരാധനാലയങ്ങളിലും ഒരു യുക്തിയും നമുക്ക് ഫീൽ ചെയ്യാത്ത, ചിലപ്പോൾ റിഗ്രസീവ് എന്ന് തോന്നാവുന്ന, ഇക്വാലിറ്റിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു മതാചാരം മാറ്റണം എന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത, നീതി തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഘാതം വരുമ്പോഴാണ് അത് മാറ്റണം, അത് ശരിയല്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അസമിലെ കാമാഖ്യ എന്ന് പറയുന്ന ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. അവിടെ മൃഗബലി നടത്തുന്നത് ബ്രാഹ്മണരുടെ നേതൃത്വത്തിലാണ്. നമുക്കങ്ങനെ സങ്കല്പിക്കാൻ കഴിയുമോ? അതായത് ആടുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിയ കൊടുവാൾ വെച്ച് കഴുത്ത് വെട്ടിക്കൊല്ലുകയാണ്. വളരെ ക്രൂരമായ രീതിയിലാണ് അവിടെ നരബലി നടക്കുന്നത്. ബ്രാഹ്മണരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. മൃഗബലി. അപ്പോൾ ആ മൃഗബലി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ നടക്കുന്നില്ല. ചില ക്ഷേത്രങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മാറ്റണമെന്ന് തോന്നലുണ്ടാവേണ്ടതുകൊണ്ടാണ് അതത് സമുദായങ്ങളിലെ സാമുദായിക ആചാര്യന്മാരും അവരുടെ മതപണ്ഡിതന്മാരൊക്കെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ഉപദേശിക്കുകയോ ഔട്ട് ഓഫ് ഫോക്കസ് ഉപദേശിച്ചാലേ അവരോട് മാറാൻ പറയാം, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതത് സമുദായങ്ങളിൽ നിന്ന് ഉയർന്ന എല്ലാ പരിഷ്കരണങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ കേരള നവോത്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം എങ്ങനെ ഉണ്ടായത്? കേരള നവോത്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ സമുദായങ്ങൾക്ക് അകത്തു നിന്നും ഉയർന്നു വന്ന പരിഷ്കരണ ശ്രമങ്ങളാണ്.
ഇപ്പോൾ VT-യുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സമുദായത്തിൽ നിന്നും, ശ്രീനാരായണൻ്റെ നേതൃത്വത്തിൽ ഈഴ സമുദായത്തിൽ നിന്നും, വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെയും മക്തി തങ്ങളുടെയും നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് ഉയർന്ന പരിഷ്കരണ ശ്രമങ്ങളെയാണ് നമ്മൾ ഇൻ ടോട്ടൽ കേരള നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. പിന്നീടാണ് ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ അത് കഴിഞ്ഞാണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ പുരോഗമന പരിഷ്കരണം എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു ഒരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ പുറത്തു നിന്ന് ഉപദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ സാമുദായിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മിതമായ കാര്യം. അതിലൊരു കാര്യം വേണം. ഇപ്പോൾ ഇന്നിപ്പോൾ സുകുമാരൻ നായർ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, അതായത് പരിഷ്കരണം എന്നത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല. NSSനെ സംബന്ധിച്ചിടത്തോളം മന്നം പരിഷ്കരണത്തിൻ്റെ വക്താവായിരുന്നു എന്നുള്ളതാണ്. സാമുദായിക പരിഷ്കരണം, പിന്നെ അവർണർക്ക് വഴി നടക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിനുള്ള സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മന്നം, അല്ലെങ്കിൽ ജാതി വൽമുറിച്ചിട്ടുള്ള മന്നത്തെ സംബന്ധിച്ചിടത്തോളം മന്നം തന്നെയാണ് പരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ വക്താവ്. പിന്നെ വേറൊരു ആൾക്കാർ. അപ്പോൾ അതുവഴി യഥാർത്ഥത്തിൽ പിന്നെ സുകുമാരൻ നായർ പറയുന്നത് പരിഷ്കരണത്തിന് അനുകൂലം തന്നെയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ പരിഷ്കരണത്തിന് ഞങ്ങൾ തന്നെ മുൻകൈ എടുക്കും. SNDP അതിൽ ഒരു പങ്ക് വഹിക്കേണ്ട എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ശരി. പക്ഷെ അപ്പോഴും സുകുമാരൻ നായർ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് ശിവഗിരി മഠം നേതൃത്വത്തെ ആണ്. എറണാകുളത്ത് പാവക്കുളം എന്ന ക്ഷേത്രമുണ്ട്, അത് VHP നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ ഈ മേൽവസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ സന്ദർശിക്കാവുന്നതാണ്. സുകുമാരൻ നായരുടെ കണ്ണ് അവിടേക്ക് കൂടെ ഒന്ന് പായട്ടെ.